ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് കൊരിന്ത്യ സഭയിലെ ചില പ്രശ്നങ്ങളെക്കുറിച്ചാണ്. കൊരിന്ത്യ സഭയിലെ നമുക്കറിയാം, അവിടെ 2-3 ഭിന്നപക്ഷങ്ങളെ കാണുവാനായിട്ട് പറ്റും. കൊരിന്ത്യ സഭയിൽ ഭിന്നതയുണ്ടായി. ആ ഒരു വിഷയം എന്തുകൊണ്ടാണ് ആ ഭിന്നത ഉണ്ടായതെന്നും എന്താണ് ആ ഭിന്നതയ്ക്ക് കാരണമെന്നും അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്താണെന്നും നിങ്ങളോട് ഒരുമിച്ച് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 1-ാം അധ്യായം 11-ാം വാക്യം മുതൽ 17 വരെ ഉണ്ടായിരിക്കുന്ന വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. നിങ്ങളിൽ ഓരോരുത്തൻ, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നു പോൽ. ക്രിസ്തു വിവാഹിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? അല്ല, പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ? എൻ്റെ നാമത്തിൽ ഞാൻ സ്നാനം കഴിപ്പിച്ചു എന്ന് ആരും പറയാതെ വണ്ണം ക്രിസ്പോസിനെയും ഗായോസിനെയും ഒഴികെ നിങ്ങളിൽ ആരെയും ഞാൻ സ്നാനം കഴിപ്പിക്കായികയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തെഫനാസിന്റെ ഭവനക്കാരെയും ഞാൻ സ്നാനം കഴിപ്പിച്ചു, അല്ലാതെ മറ്റു വല്ലവരെയും സ്നാനം കഴിപ്പിച്ചുവോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. സ്നാനം കഴിപ്പിപ്പാനല്ല, സുവിശേഷം അറിയിപ്പാൻ അത്രേ ക്രിസ്തു എന്നെ അയച്ചത്. ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ട എന്നെ വാക്ചാതുര്യത്തോടെ അല്ലതാനും. കൊരിന്ത് പട്ടണം എന്ന് പറഞ്ഞാൽ ഒരു വലിയ പട്ടണമാണ്. അത് ഒരു തുറമുഖ പട്ടണമാണ്. അനേകം ഭാഷക്കാരായിരിക്കുന്നവർ അവിടെ വന്നു ചേരാറുണ്ട്. അതുകൊണ്ടാണ് ദൈവം അവിടെ പ്രത്യേകിച്ച് കൃപാവരങ്ങളൊക്കെ കൊടുക്കുകയും കൊരിന്ത് സഭയിൽ അന്യഭാഷ ഉണ്ടായിരുന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ വന്നു ചേരുന്നവരായിരിക്കുന്നവർ പല ഭാഷക്കാരും പല രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ്. അങ്ങനെ സ്ഥിരമായി അവിടെ താമസിക്കുന്നവരുണ്ട്. അങ്ങനെ ഉള്ളവരുടെ ഒരു വലിയ സഭയാണ് കൊരിന്തിലെ സഭ. അവരുടെ ഇടയിൽ ചില ഭിന്നപക്ഷങ്ങളുണ്ടായി. അവരിൽ ചിലർ പറഞ്ഞു, ഞങ്ങൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ പക്ഷക്കാരാണ് എന്ന് ചിലർ വാദിച്ചു. ചിലർ പറഞ്ഞു, അല്ല, ഞങ്ങൾ അപ്പല്ലോസിന്റെ പക്ഷക്കാരാണ് എന്ന് മറ്റു ചിലർ വാദിച്ചു. അതുപോലെ തന്നെ മറ്റു ചിലർ പറഞ്ഞത്, അതൊന്നുമല്ല, ഞങ്ങൾ കേഫാവിന്റെ പക്ഷക്കാരൻ എന്ന് പറഞ്ഞാൽ പത്രോസ്, അപ്പോസ്തലനായിരിക്കുന്ന പത്രോസിന്റെ പക്ഷക്കാരാണ് എന്ന് അവരും വാദിച്ചു. 4-മത്തെ ഒരു കൂട്ടം എന്ന് പറയുന്നത്, ഞങ്ങൾ ക്രിസ്തുവിന്റെ പക്ഷക്കാരാണ് എന്ന് വാദിച്ചു. ഇങ്ങനെ ഇവര് ചേരി തിരിഞ്ഞു, പരസ്പരം ചേരി തിരിഞ്ഞ് നിൽക്കാനായിട്ട് തുടങ്ങി. ഇത് ക്ലോവ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു സഹോദരി, ആ സഭയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന ഒരു സഹോദരിയാണ്. ഈ ലേഖനം എഴുതുന്നത് എഫേസോസിൽ വെച്ചാണ്. അപ്പോൾ എഫേസോസിലേക്ക് ഈ സഹോദരിയുടെ പണിക്കാര്, ജോലിക്കാര് വന്നു പോവുകയും ബിസിനസ് നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ക്ലോവ എന്ന് പറയുന്നതായിരിക്കുന്ന സഹോദരിയുടെ ആളുകൾ മുഖാന്തരം പൗലോസിന് അറിവ് കിട്ടി. താൻ സ്ഥാപിച്ചതായിരിക്കുന്ന അല്ലെങ്കിൽ താൻ അധ്വാനിച്ചതായിരിക്കുന്ന കൊരിന്ത് സഭയില് ഇങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതായിരിക്കുന്ന ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയും അതോടുകൂടെ കൊരിന്ത് സഭയിലുള്ളതായിരിക്കുന്ന മറ്റനേകം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയുമാണ് കൊരിന്ത്യർക്ക് 1-ാമത്തെ ലേഖനം എഴുതുന്നത്. അതിനോടനുബന്ധിച്ച് അധികം കാലതാമസമില്ലാതെ തന്നെ 2-ാമത്തെ ലേഖനവും എഴുതി എന്നുള്ളത് ആ ലേഖനങ്ങൾ എഴുതിയ കാലകണക്കുകളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇവരുടെ ഇടയിൽ ഈ ഭിന്നപക്ഷങ്ങൾ ഉണ്ടായത് നിങ്ങൾക്കറിയാം. പൗലോസിന്റെ പക്ഷക്കാരൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. കാരണം പൗലോസാണ് കൊരിന്ത് സഭയിൽ സുവിശേഷം പറഞ്ഞതും കൊരിന്തിലെ വിശ്വാസികളെ സത്യത്തിലേക്ക് കൊണ്ടുവന്നതും പൗലോസാണ്. അപ്പോൾ ആ പറയുന്നതിൽ ന്യായമുണ്ട്. ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ എന്ന് പറയുന്നത് ന്യായമുണ്ട്. അപ്പല്ലോസ് ഈ കൊരിന്ത് സഭയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് പൗലോസ് നിയോഗിച്ചതായിരിക്കുന്ന ഒരു നല്ല ഭക്തനായിരിക്കുന്ന യഹൂദനാണ്. നല്ല പ്രസംഗകനായിരിക്കുന്ന വാക്കുവൈഭവം ഉള്ളതായിരിക്കുന്ന ഒരു നല്ല പ്രസംഗകനാണ് അപ്പല്ലോസ്. അപ്പൊ അപ്പല്ലോസാണ് ആ സഭയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. തുടർന്ന് 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. അപ്പം പൗലോസ് സ്ഥാപിച്ചതായിരിക്കുന്ന സഭയാണ്. അപ്പല്ലോസിനാൽ അത് ഉപദേശിക്കപ്പെട്ട് വളർത്തപ്പെട്ടതായിരിക്കുന്ന ഒരു സഭയാണ് കൊരിന്തിലെ സഭ. അപ്പോൾ അപ്പല്ലോസിന്റെ പക്ഷക്കാരെന്ന് ചിലർ പറയുന്നതില് വലിയ പ്രശ്നം ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ പൗലോസാണ് അതിനെ അടിത്തറയിട്ടത്, പൗലോസാണ് നട്ടത്. ആ സഭ ആരംഭിക്കാൻ കാരണം പൗലോസാണ്. ചിലർ പറഞ്ഞു, അല്ല, ഞങ്ങൾ അപ്പല്ലോസിനെയാണ് ഞങ്ങൾ പിൻഗമിക്കുന്നത്, പൗലോസിനെ അല്ല എന്ന് പറഞ്ഞു. അതൊക്കെ ഇത് രണ്ടും നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യമേ ഉള്ളൂ. എന്നാൽ 3-മതൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലർ പറഞ്ഞു, ഞങ്ങൾ പത്രോസിന്റെ പക്ഷക്കാരാന്ന് പറഞ്ഞു. അപ്പോസ്തലനായിരിക്കുന്ന പത്രോസിന്റെ 12 അപ്പോസ്തലന്മാരിൽ 1-മനായിരിക്കുന്ന പത്രോസിന്റെ പക്ഷക്കാരാണ് ഞങ്ങൾ എന്ന് ചിലർ പറഞ്ഞു. ചിലർ പറഞ്ഞു,
അല്ല, ഞങ്ങൾ ക്രിസ്തുവിന്റെ പക്ഷക്കാരാണെന്ന് പറഞ്ഞു. ഈ കൊരിന്തിലെ സഭയ്ക്ക് എങ്ങനെയാണ്, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, കൊരിന്തിലെ സഭയിൽ എങ്ങനെയാണ് ഈ അപ്പല്ലോസിനെ കേഫാവിനെ പരിചയപ്പെട്ടത്? കേഫാവ് എന്ന് പറഞ്ഞാൽ പത്രോസ്. പത്രോസിനെ എങ്ങനെ പരിചയപ്പെട്ടു? പത്രോസ് അവിടെ പോയിട്ടില്ല, കൊരിന്ത് സഭയിൽ പോയിട്ടില്ല. ഈ ക്രിസ്തുവിനെ അവർക്ക് പരിചയപ്പെടാം, കാരണം പൗലോസിന്റെ പ്രസംഗ വിഷയം ക്രിസ്തുവാണ്. എന്നാൽ ഇവരിങ്ങനെ പറയാനുള്ള കാരണം എന്താ? എങ്ങനെയാണ് ഈ ഒരു ഭിന്ന അഭിപ്രായങ്ങളും ഭിന്ന പക്ഷങ്ങളും ഈ പറയുന്നതായിരിക്കുന്ന കൊരിന്ത് സഭയിൽ ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, അപ്പോസ്തലനായിരിക്കുന്ന പത്രോസിന്റെ പ്രസംഗം കേൾക്കാനായിട്ട് തടിച്ചുകൂടിയ 1000-10,000 ജനങ്ങള് യെരുശലേമിൽ കാണാനായിട്ട് പറ്റും. അവിടെ തടിച്ചു കൂടിയവരായിരിക്കുന്ന ഈ യെരുശലേമിൽ കൂടിയതായിരിക്കുന്ന ആ ജനങ്ങൾ ഏകദേശം റോമിന്റെ ചുറ്റുവട്ടത്ത് നിന്നും 15ഓളം രാജ്യങ്ങളിൽ നിന്ന് തടിച്ചുകൂടിയവരാണ് അല്ലേ? 15ഓളം രാജ്യങ്ങളിൽ നിന്ന്. ആ വാക്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് വേണമെങ്കിൽ ഒന്ന് വായിച്ചു പോകാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം, അധ്യായത്തിന്റെ 7 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ. എല്ലാവരും ഭ്രമിച്ചു ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? പാർത്യരും മേദ്യരും ഏലാമ്യരും മെസപ്പൊത്തോമിയയിലും യഹൂദിയയിലും കപ്പദോക്യയിലും പന്തോസിലും ആസ്യയിലും പൃഗ്യയിലും പഫുല്യയിലും ഇസ്രയേലിലും കുറേനയ്ക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്നു പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും ഭ്രമിച്ചു ചഞ്ചലപ്പെട്ടു. എന്ന് പറഞ്ഞാല് ഈ പെന്തക്കോസ് ദിനത്തിൽ വന്നു കൂടിയതായിരിക്കുന്ന യഹൂദന്മാർ, നമുക്കറിയാമല്ലോ, യഹൂദന്മാർക്ക് പ്രത്യേകിച്ച് അവരുടെ പെരുന്നാൾ ദിവസങ്ങളിലും അവരുടെ വിശേഷപ്പെട്ട ദിവസങ്ങളിലും പ്രത്യേകിച്ച് 2-3 പെരുന്നാളുകൾക്ക് യഹൂദന്മാർ എവിടെയുണ്ടെങ്കിലും പ്രായപൂർത്തിയായിരിക്കുന്ന യഹൂദന്മാരെല്ലാവരും എവിടെ വരണം? യെരുശലേമിൽ വരണം. അത് ന്യായപ്രമാണ പ്രകാരം അവർക്ക് കൊടുത്തായിരിക്കുന്ന നിയമമാണ്, അവരതനുസരിച്ചേ പറ്റുകയുള്ളൂ. ഇങ്ങനെ പെന്തക്കോസ് ദിനം എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയൊരു പെരുന്നാളാണ്. ആ പെരുന്നാളിന് ചെതറിക്കിടക്കുന്നതായിരിക്കുന്ന ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് ഏകദേശം ഇവിടെ പറയുന്ന പേര് തന്നെ 15ഓളം രാജ്യങ്ങളാണ്. 15ഓളം രാജ്യങ്ങളിൽ നിന്ന് യഹൂദന്മാർ വന്നു ചേർന്നിരിക്കുകയാണ്. അപ്പൊ അവർ അപ്പോസ്തലനായിരിക്കുന്ന പത്രോസിന്റെ പ്രസംഗം കേട്ടു. അത് തന്നെയല്ല, ഇവിടെ ഈ വന്നു ചേർന്നവരിൽ അനേകരും ഈ കൊരിന്ത് പട്ടണത്തിൽ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിൽ നിന്ന് ഈ അഗായ പ്രദേശങ്ങളിൽ നിന്ന് വന്നു ചേർന്നായിരിക്കുന്ന അനേകർ അവിടെയുണ്ട്. അവരെല്ലാവരും അവിടെ വന്നു ചേരുകയും അപ്പോസ്തലനായിരിക്കുന്ന പത്രോസിന്റെയും മറ്റ് 11 അപ്പോസ്തലന്മാരുടെയും പ്രസംഗം എല്ലാം കേട്ട് അനേക നാളുകള് അവരോട് കൂടെ ചെലവഴിച്ച് അവിടെ വലിയ പാട്ടും ആരാധനയും ഘോഷവും ദൈവവചന പഠനവും ഒക്കെ ആയിട്ട് അവര് കുറെ നാൾ അവിടെ ചെലവഴിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കി. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു എന്ന് പറയുന്നതായിരിക്കുന്ന വ്യക്തി ഇസ്രായേലിന്റെ നടുവിൽ ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയ വ്യക്തിയാണ്. ഈ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് ഇവിടെ നടക്കുന്നതായിരിക്കുന്ന ഈ അത്ഭുതം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതായിരിക്കുന്ന കാര്യവും, യേശു ക്രിസ്തു 3.5 വർഷം 12 അപ്പോസ്തലന്മാരെ എന്ത് പഠിപ്പിച്ചുവോ ആ പഠിപ്പിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ ഈ 12 അപ്പോസ്തലന്മാര് ആ വന്നു ചേർന്നായിരിക്കുന്നവരെ അനേക ദിവസങ്ങൾ കൊണ്ട് പഠിപ്പിക്കുകയും ചെയ്തു. കർത്താവ് അവരോട് പറഞ്ഞത് അങ്ങനെയാണല്ലോ അല്ലെ? കർത്താവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കുകയും ചെയ്തുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കാനല്ലേ പറഞ്ഞേ. അപ്പൊ അവര് പഠിപ്പിക്കേണ്ടത് എന്താ? ഈ 12 അപ്പോസ്തലന്മാര് പഠിപ്പിക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തു 3.5 കൊല്ലം എന്താണോ ഈ പറയുന്നതായിരിക്കുന്ന ആളുകളെ പഠിപ്പിച്ചതോ അത് പഠിപ്പിക്കണമായിരുന്നു. അപ്പൊ ഈ പറയുന്നതായിരിക്കുന്ന കൊരിന്ത് തുറമുഖ പട്ടണങ്ങളിൽ നിന്നും അഗായ പ്രദേശങ്ങളിൽ നിന്നും ഒക്കെ വന്നു കൂടിയായിരിക്കുന്ന ധാരാളം യഹൂദന്മാരുണ്ട്. അതിനുശേഷം ഇവരെന്ത് ചെയ്തു? ഇവര് ഈ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് ഇവര് തിരിച്ച് അവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞിട്ട് ഈ കൊരിന്തിലുള്ളതായിരിക്കുന്ന വിശ്വാസികൾ പൗലോസിന്റെ സുവിശേഷം കേട്ട് കൊരിന്തിൽ ഒരു സഭയായി കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടം ഇതേ യേശുക്രിസ്തുവിനെ അവര് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഈ യെരുശലേമിൽ പോയി 12 അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ അനുഭവിച്ച് വന്നവരായിരിക്കുന്ന, അവരിൽ നിന്ന് പഠിച്ചു വന്നവരായിരിക്കുന്നവരും യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നത്. അതേപോലത്തെ ഒരു കൂട്ടം ഈ കൊരിന്തിലും ഉണ്ടെന്ന് ഇവര് കേട്ടിട്ട് ഇവരെന്ത് ചെയ്തു? ഈ യഹൂദന്മാര് കൊരിന്ത് സഭയിലെത്തി.
കൊരിന്ത് സഭയിൽ എത്തിയിട്ട് നിങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് എങ്ങനെയാ കേട്ടെ, എന്താ കേട്ടെന്നൊക്കെ ചോദിച്ചു കാണും. എനിക്കറിയില്ല, ബൈബിളിൽ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. പക്ഷെ ന്യായമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ ഇങ്ങനെ പൗലോസ് എന്ന് പറയുന്നതായിരിക്കുന്ന ആളാണ് ഞങ്ങളെ സുവിശേഷം പഠിപ്പിച്ചത്, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടത് അങ്ങനെയാണ്, ഞങ്ങളിവിടെ സഭയായിട്ട് ഇങ്ങനെയാണ് കൂടി വരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവര് പറഞ്ഞു, നിങ്ങൾ യേശുവിനെ വിശ്വസിക്കണം, ഞങ്ങളും യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർ തന്നെയാ. പക്ഷെ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചാൽ മാത്രം പോരാ, മോശയുടെ ന്യായപ്രമാണം കൂടെ അനുസരിക്കണം. മോശയുടെ ന്യായപ്രമാണം കൂടെ അനുസരിക്കണം. യേശുക്രിസ്തു പഠിപ്പിച്ചത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യം നമ്മളിന്ന് വായിക്കുന്നതായിരിക്കുന്ന മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ 4 സുവിശേഷങ്ങളിലെ കാര്യവും കൊരിന്തിലെ സഭയില് ഇവര് പറഞ്ഞു പഠിപ്പിച്ചു. ഇവര് പഠിച്ചത് 12 അപ്പോസ്തലന്മാരിൽ നിന്നാണ്. അവര് വന്ന് ഈ കൊരിന്ത്യ സഭയെ ഇത് പറയുകയും പഠിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞപ്പോഴാണ്, അങ്ങനെയാണോ, ഞാൻ എൻ്റെ ഭാഷയിലും കൂടെ പറയാട്ടോ, അങ്ങനെയാണെങ്കിൽ യേശുവിനെ അല്ലേ ഞങ്ങള് പിൻഗമിക്കണ്ടേ? ഇന്നത്തെ അനേകർ ചോദിക്കുന്ന ചോദ്യം അതല്ലേ. നിങ്ങൾ പറയും പൗലോസ് പറയുന്ന ഉപദേശം കേൾക്കാൻ പറയും. അപ്പോ ലോകത്തിലുള്ള മനുഷ്യർ ചോദിക്കുന്നത്, അല്ല, ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്ന നാം പൗലോസിനെയാണോ പിൻഗമിക്കേണ്ടത്, അല്ല യേശുക്രിസ്തുവിനെയാണോ പിൻഗമിക്കേണ്ടത്? നമ്മൾ എങ്ങനെ ക്രിസ്ത്യാനികളായി? ക്രിസ്തു യേശുവിന്റെ ശിഷ്യന്മാരല്ലേ ക്രിസ്ത്യാനികൾ? ക്രിസ്തു യേശുവിന്റെ ശിഷ്യന്മാര് ക്രിസ്തുവിനെ അല്ലേ പിൻഗമിക്കേണ്ടത്? ക്രിസ്തു പറയുന്ന വാക്കുകളെക്കാളും, ക്രിസ്തു പഠിപ്പിക്കുന്ന വാക്കുകളെക്കാളും വലുതാണോ പൗലോസ് പഠിപ്പിക്കുന്ന വാക്കുകൾ? ഇന്ന് അനേകരും ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ്. കേട്ടാൽ നമുക്ക് ന്യായമാണെന്ന് തോന്നും അല്ലേ? കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് പൗലോസിനെ പഠിപ്പിച്ചത്. ഈ സുവിശേഷം പഠിപ്പിച്ചത് പൗലോസിനെ പഠിപ്പിച്ചു. ഇതേ കർത്താവായ യേശു ക്രിസ്തു പൗലോസിന് സ്വന്തം കിട്ടിയതല്ല. പൗലോസ് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പൗലോസ് പറയുന്നത്, ഞാൻ മനുഷ്യരിൽ നിന്ന് പഠിച്ചിട്ടില്ല, എനിക്ക് മുമ്പെയുള്ള അപ്പോസ്തലന്മാരുടെ അടുക്കൽ ഞാൻ പോയിട്ടില്ല, അവരാരും എന്നെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് അത്രേ പഠിച്ചത്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം ഞാൻ പറയുന്നത്, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് അത്രേ പഠിച്ചത്, ഞാൻ പ്രാപിച്ചത് എന്ന് പറഞ്ഞിട്ടാണ് പൗലോസ് ഗലാത്യരോട് അതിശക്തമായിട്ട് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്ന സുവിശേഷത്തിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ പറയുന്നവൻ ശപിക്കപ്പെട്ടവൻ, അത് ഞാൻ തന്നെ വന്ന് നാളെ തിരിച്ചു പറഞ്ഞാൽ ഞാനും ശപിക്കപ്പെട്ടവൻ എന്നാ പൗലോസ് പറയുന്നത്. അത്ര ഉറപ്പും നിശ്ചയവും പൗലോസിന് കിട്ടാൻ കാരണം എന്താ? പൗലോസ് പറയുന്നത്, ഇത് എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. പൗലോസിന്റെ അവകാശവാദങ്ങൾ ചിലതൊക്കെ നോക്കിയേ. ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രേ മറഞ്ഞിരിക്കുന്നത്. എൻ്റെ സുവിശേഷ പ്രകാരം കർത്താവ് നിങ്ങളെ ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ, പല വാക്യങ്ങളുണ്ട്, എല്ലാം ഞാൻ വായിക്കുന്നില്ല. എൻ്റെ സുവിശേഷം, ഇതെന്തേ പൗലോസിന് മാത്രമായിട്ട് എവിടുന്ന സുവിശേഷം കിട്ടിയേ? ഇത് ഇന്നത്തെ ആളുകൾ ചിന്തിക്കുന്നില്ല. അതായത് ഞങ്ങൾ ഇതൊക്കെ ആൾക്കാരോട് പറയുമ്പോൾ, പലരോടും പറയുമ്പോൾ അവരത് ചിന്തിക്കുന്നില്ല. ഇതെന്താ പൗലോസ് എൻ്റെ സുവിശേഷം, ഞങ്ങൾ പറയുന്ന സുവിശേഷം എന്നൊക്കെ ഇത്ര ശാഠ്യമായിട്ട് പറയുന്നത്? അപ്പോൾ 12 അപ്പോസ്തലന്മാർ പറഞ്ഞ സുവിശേഷവും പൗലോസ് പറഞ്ഞ സുവിശേഷം ഒന്നാണെങ്കിൽ ഞങ്ങളുടെ സുവിശേഷം എന്ന് ബഹുവചനത്തിൽ അങ്ങ് പറഞ്ഞാൽ പോരെ? എന്നാൽ പറയുന്നത് എന്തെന്നാ? എൻ്റെ സുവിശേഷ പ്രകാരം നിങ്ങളെ ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. പൗലോസ് പറയുന്നതാണ്, ഞങ്ങളുടെ സുവിശേഷം പറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പൗലോസിന് 100% ഉറപ്പുണ്ട്, താൻ പറയുന്നതായിരിക്കുന്ന സുവിശേഷം കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് തനിക്ക് ലഭിച്ചതാണ്, യേശു ക്രിസ്തു പറയാൻ ഏൽപ്പിച്ചതായിരിക്കുന്ന സുവിശേഷമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ പറയുന്ന സുവിശേഷത്തിന് വിരുദ്ധമായി പറയുന്നവൻ ശപിക്കപ്പെട്ടവൻ, അങ്ങനെ പറയുന്നവൻ ശിക്ഷാവിധി ചുമക്കും. പൗലോസ് പറയുന്നത്, അങ്ങനെ ഞങ്ങൾ പറഞ്ഞ സുവിശേഷത്തിന് എതിരായി പറയുന്നവൻ ശിക്ഷാവിധി ചുമക്കും, അവൻ ആരായാലും അംഗച്ഛേദം ചെയ്തു കൊള്ളുന്ന അതിനേക്കാൾ നല്ലത് എന്ന് പറയുന്നത് നമ്മൾ വായിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്ര ഉറപ്പ് പൗലോസിന്? പൗലോസ് പറയുന്നത്, ഇത് കൃപയുണ്ടായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചായിരിക്കുന്ന സുവിശേഷമാണ്, ദൈവം കരുണ കാണിച്ചിട്ട് ഞങ്ങൾക്ക് ലഭിച്ച സുവിശേഷമാണ്. ഈ സുവിശേഷമാണ് പൗലോസ് കൊരിന്ത്യരോട് പറഞ്ഞത്. എന്നാൽ ഇവര് പറയുകയാണ്, അല്ല, ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻഗമിക്കുന്നവരും ഞങ്ങള് പത്രോസിനെ പിൻഗമിക്കുന്നവരുമാണ്, പൗലോസിനെ അല്ല ഞങ്ങൾ പിൻഗമിക്കുന്നത്, പൗലോസിനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് ഇവിടെ പറഞ്ഞു വരത്തി. അങ്ങനെ ഒരു 4 ഗ്രൂപ്പായിട്ട് അങ്ങ് പിരിഞ്ഞു. ഒരു സഭയിൽ തമ്മിത്തലുണ്ടായി 3-4 ഗ്രൂപ്പായി പിരിഞ്ഞാല് എന്താ അതിന്റെ സ്ഥിതി? എങ്ങനെ മുമ്പോട്ട് പോകും? പൗലോസിനെ അല്ല അനുസരിക്കുന്നത്, പൗലോസിന്റെ ഉപദേശം അല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് യേശു ക്രിസ്തു പഠിപ്പിച്ചായിരിക്കുന്ന ഉപദേശം മതി, ഞങ്ങൾ ക്രിസ്തുവിന്റെ പക്ഷക്കാരാണ്, ഞങ്ങള് പത്രോസിന്റെ, യേശു ക്രിസ്തുവിന്റെ നേരിട്ടുള്ള അപ്പോസ്തലനാണ് പത്രോസ് അല്ലേ, ഞങ്ങൾ പത്രോസിന്റെ പക്ഷക്കാരാണ് എന്ന് പറഞ്ഞ് അവിടെ ഭിന്നതയുണ്ടാക്കി, ചേരിതിരിവുണ്ടാക്കി, അങ്ങനെ സെക്ഷനായിട്ട് പിരിഞ്ഞു. ഞാൻ ഈ കാര്യം അവർ പഠിപ്പിച്ചത് എന്താണ് എന്ന് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കി തരാനായിട്ട് കൊരിന്ത്യ ലേഖനം
2 കൊരിന്ത്യർ ലേഖനം 11 അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം അതിൻ്റെ 11 അധ്യായത്തിൽ. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ, ഇവിടെ എങ്ങനെയാണ് ഈ ഭിന്നപക്ഷങ്ങൾ ഉണ്ടാകാൻ കാരണമായെന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ? യെരുശലേമിലെ സഭയിൽ പെന്തക്കോസ്ത് ദിനത്തിൽ വന്നുകൂടിയ യഹൂദന്മാരാലാണ് ഇവിടെ ഈ ഭിന്നത ഉണ്ടാകാൻ കാരണമുണ്ടായത് എന്ന് മനസ്സിലാക്കിയിട്ട് എന്താണ് ഈ ഭിന്നത, എന്താണ് ഇതിന് കാരണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം അതിൻ്റെ 11 അധ്യായത്തിൻ്റെ 2 മുതൽ 4 വരെ വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്നിട്ട് താഴെ പറയുന്ന വാക്യം ശ്രദ്ധിക്കുക, 4-ാമത്തെ വാക്യം. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. പൗലോസ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു വയ്ക്കുക. എന്താ പറയുന്നത് അറിയാമോ? ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. എന്നിട്ട് പൗലോസ് പറയാണ്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നുള്ള ഒറ്റ വാക്യത്തില് ഇന്നത്തെ ക്രിസ്തീയ ലോകം വായിച്ച് അവസാനിപ്പിക്കും. എന്നിട്ട് എന്ത് പറയുന്നറിയാവോ? കണ്ടില്ലേ, സഭ മണവാട്ടിയാന്ന് പറയും. ഏതാ? ഈ വാക്യം എടുത്തിട്ട് പറയുന്നതാണ്, സഭ മണവാട്ടിയാണ്. ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നത് ഈ കൊരിന്ത്യ സഭയല്ലേ? അപ്പോൾ സഭ മണവാട്ടിയാണ്, അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. എൻ്റെ പ്രിയമുള്ളവരെ, ഇതിന്റെ താഴേക്ക് വായിക്കുമ്പോഴല്ലേ ഇത് എന്താ ഈ പൗലോസ് പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാകുക. ഒരു കാര്യം മനസ്സിലാക്കാൻ അതിന്റെ സന്ദർഭം മുഴുവൻ വായിച്ചാലേ നമുക്കത് മനസ്സിലാകുകയുള്ളൂ. അപ്പൊ ഇവിടെ പൗലോസ് പറയുന്നത് എന്തറിയാവോ? ഞാൻ ദൈവത്തിന്റെ എരിവോടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എരിയാണ്. ഞാൻ ഒരു കന്യകയെ ഒരു ചെറുപ്പക്കാരന് വിവാഹം ചെയ്തു കൊടുത്തത് പോലെയാണ് ഞാൻ നിങ്ങളെ ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുത്തത്. ഒരു കന്യകയെ ഒരു ചെറുപ്പക്കാരന് വിവാഹം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിവാഹം നിശ്ചയിക്കപ്പെട്ടായിരിക്കുന്ന പുരുഷന് വേണ്ടി, യഹൂദന്മാരുടെ രീതി അനുസരിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ ഇന്നത്തെ ഈ കേരളത്തിലെ അവസ്ഥയല്ല കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു വിവാഹം നിശ്ചയം, ഈ ആഴ്ച കഴിഞ്ഞാൽ അടുത്ത ആഴ്ച കല്യാണം. ചിലപ്പോൾ പിന്നെ അവധി ഇല്ലാത്തവർക്ക്, വിദേശത്തു നിന്നൊക്കെ വരുന്നവർക്ക് ഒരു ദിവസം മുമ്പേ നിശ്ചയം, അടുത്ത ദിവസം കല്യാണം, അങ്ങനെയൊക്കെ വെക്കാറുണ്ട്. സമയമില്ല, അവർക്ക് പെട്ടെന്ന് പരിപാടി നടത്തും. പക്ഷേ യഹൂദന്മാർക്ക് അങ്ങനെയല്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 വർഷം വരെയും താമസിച്ചു പോകാറുണ്ട്. അത് യഹൂദന്മാരുടെ രീതിയാണ്. എന്നിട്ടാണ് വിവാഹം നടക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ ചെറുക്കന് വിവാഹത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ഒരുക്കേണ്ടുന്നതായിരിക്കുന്ന സമയം കൊടുക്കണം. ചെറുക്കൻ്റെ വീട്ടുകാർക്ക്, അല്ലെങ്കിൽ ചെറുക്കൻ്റെ വീട്ടുകാർക്കല്ല, ചെറുക്കന് സ്വന്തമായിട്ട് യഹൂദ വിവാഹത്തെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. ചെറുക്കന് സ്വന്തമായിട്ടൊരു ഭവനം വേണം, അവൻ്റെ അധികാരത്തിൽ. അതിനി അപ്പനായിട്ട് വീതം കൊടുത്താണെങ്കിലും ശരി, ഇവൻ്റെ അധികാരത്തിലുള്ളതായിരിക്കണം. അതൊക്കെ ഉണ്ടെങ്കിലേ ഒരു യഹൂദ ചെറുപ്പക്കാരന് വിവാഹം കഴിക്കാൻ അനുമതിയുള്ളൂ. അവൻ്റെ ഭാര്യയെ നോക്കാനുള്ളതായിരിക്കുന്ന സാമ്പത്തിക ഭദ്രത വേണം. ഇതൊക്കെ വട്ടം കൂട്ടാനുള്ളതായിരിക്കുന്ന ഒരു സമയമാണ് ശരിക്കും പറഞ്ഞാൽ യഹൂദ വിവാഹത്തിന് എൻഗേജ്മെന്റിന് ശേഷം, അതായത് വിവാഹ നിശ്ചയത്തിന് ശേഷം കൊടുക്കുന്നതായിരിക്കുന്ന കാലാവധി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പൗലോസ് പറയണം, അപ്പൊ ഈ 1 വർഷകാലം കാലാവധി വരുമ്പോൾ കന്യക ആർക്ക് വേണ്ടി കാത്തിരിക്കണം? കർത്താവ് കന്യകമാരുടെ ഭൂമിയൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ അല്ലെ? ആർക്ക് വേണ്ടി കാത്തിരിക്കണം? തനിക്ക് വേണ്ടി വിവാഹം നിശ്ചയിച്ച ആ ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് തൻ്റെ മനസ്സും തൻ്റെ ശരീരവും ശുദ്ധമായി സൂക്ഷിച്ച് ആ ചെറുപ്പക്കാരന് വേണ്ടി ഏകാഗ്രതയോടെ കാത്തിരിക്കണം. അതാ ചെയ്യേണ്ടത്. ഈ ഒരു വലിയ ഉത്തരവാദിത്വം കൊരിന്ത് സഭയ്ക്ക് ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് പൗലോസ് പറയെ, എന്നാൽ ഞാൻ ഭയപ്പെടുന്നു. എന്തിനു ഭയപ്പെടുന്നേ? സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ, സർപ്പം എങ്ങനെ ഹവ്വായെ ചതിച്ച് വീഴ്ചോ അതുപോലെ നിങ്ങളും ക്രിസ്തുവിനോടുള്ളായിരിക്കുന്ന നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു.
അപ്പൊ ഇതാണ് പൗലോസ് ഇവിടെ ഈ പിന്നെ വിവാഹ നിശ്ചയം ചെയ്ത് കൊടുത്തു എന്നൊക്കെ പറയുന്നത്. ഞാൻ സാധാരണ ഇത് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇവിടെ വിവാഹ നിശ്ചയം ചെയ്ത് കൊടുത്ത ആരാ? പൗലോസ് അല്ലേ. ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്ത് കൊടുത്തു എന്നല്ലേ, അല്ലേ? പൗലോസ് അപ്പോ അപ്പന്റെ സ്ഥാനത്തല്ലേ? അപ്പനല്ലേ മോളെ വിവാഹ നിശ്ചയം ചെയ്ത് കൊടുക്കുന്നത്, അല്ലേ? അപ്പൻ എന്നും അപ്പന്റെ സ്ഥാനത്തല്ലേ? അപ്പോ അപ്പനായിരിക്കുന്ന പൗലോസ് കൊരിന്ത്യ സഭയെ വിവാഹ നിശ്ചയം ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞത് സഭ മണവാട്ടിയാണ് എന്ന് അവകാശപ്പെടുന്നവരോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അപ്പോൾ പൗലോസ് അതിൽ കാണില്ലല്ലോ. ആ മണവാട്ടി സഭയിൽ പൗലോസ് കാണാൻ പാടില്ലല്ലോ. കാരണം പൗലോസ് മണവാട്ടിയല്ലല്ലോ, പൗലോസ് മണവാട്ടിയുടെ അപ്പനല്ലേ. അപ്പൻ എങ്ങനെയാ മണവാട്ടിയാകുന്നേ? ആകില്ലല്ലോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ഇത് അവിടുത്തെ കാര്യം ഇതൊന്നും അല്ല പറയുന്നത്. സഭ മണവാട്ടിയാന്ന് ആ കാര്യങ്ങളൊന്നും അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നതായിരിക്കുന്ന കാര്യം, നിങ്ങൾ നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് വഷളായി പോകുമോ, പുരുഷന് വേണ്ടി സൂക്ഷിക്കേണ്ടുന്ന സ്ത്രീ അത് വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എങ്ങനെ വഷളായി പോകുമോന്നാ താഴേക്കുള്ള വാക്യം, 4-ാം വാക്യം. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൂർക്കുന്നത് ആശ്ചര്യം. ഇങ്ങനെ ഇവര് വഷളായി പോകുന്നത്, ഇവര് വീണത്, ഈ ഭിന്നപക്ഷങ്ങൾ ഉണ്ടായത് എങ്ങനെയാ? പൗലോസ് പ്രസംഗിക്കാത്ത യേശുവിനെ പ്രസംഗിച്ചു എന്ന്. പൗലോസ് പ്രസംഗിക്കാത്ത യേശു അതേത് യേശുവാ? എത്ര യേശു ഉണ്ട്? ഒരു യേശുവല്ലേ ഉള്ളൂ, അല്ലേ? പല യേശു ഇല്ലല്ലോ. പൗലോസ് പ്രസംഗിച്ചതും പത്രോസ് പ്രസംഗിച്ചതും 2 യേശുവിനെയാണോ? അല്ല. പിന്നെ എന്താ പൗലോസ് ഈ വാക്ക് ഉപയോഗിച്ചേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെ എന്താ ഇങ്ങനെ ഉപയോഗിച്ചേ? ഈ പറയുന്നത് ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ, അതങ്ങനെ തന്നെയാ എന്ന് പറഞ്ഞാൽ പത്രോസും 12 അപ്പോസ്തലന്മാരും പ്രസംഗിച്ച ആ ഉപദേശത്തിന് കീഴിലേക്ക് ആര് വീണു? കൊരിന്തിലെ സഭയിൽ ഒരുപറ്റം ആൾക്കാർ വീണുപോയി. ആ പത്രോസ് പ്രസംഗിച്ച യേശുവിനെ, ആ 12 അപ്പോസ്തലന്മാർ പ്രസംഗിച്ച യേശുവിനെ പൗലോസ് പറയുന്നത് അത് മറ്റൊരു യേശു എന്നാ. ഞാനല്ല പറയുന്നേ, പൗലോസ് പറയുന്നത് അത് മറ്റൊരു യേശു എന്നാ. ഇതൊക്കെ കേൾക്കുമ്പം കേൾക്കുന്നവരെങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഒക്കെ സഹിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കല്ലെറിയാൻ അടുത്ത് കിട്ടാത്തോണ്ടായിരിക്കും, ഇല്ലെങ്കിൽ കല്ലെറിഞ്ഞാലേ. അല്ല, ഞാൻ പറയുന്ന ആൾക്കാരെങ്ങനെ ധരിച്ചാലും എനിക്ക് വിരോധമില്ല. ഞാൻ ദൈവവചനത്തിൽ നിന്ന് കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നായിരിക്കും സത്യം. ഞാൻ എപ്പോഴും എവിടെയും ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. എന്റെ പ്രിയമുള്ളവരെ, എന്ന് പറഞ്ഞാൽ പത്രോസ് പ്രസംഗിച്ച യേശു പൗലോസ് പ്രസംഗിച്ച യേശുവിൽ നിന്ന് മറ്റൊരു യേശു ആണ് എന്ന് പൗലോസ് പറയണമെങ്കിൽ കാരണം എന്താ അറിയാവോ? പത്രോസും കൂടെയുള്ളവരും പ്രസംഗിച്ചത് ന്യായപ്രമാണത്തിലെ യേശുവിനെയാ. ന്യായപ്രമാണത്തിലെ യേശു ഇവിടെ വന്നിട്ട് ഈ കൃപായുഗത്തിലെ സുവിശേഷത്തിന് ചേരുന്ന യേശു അല്ല. ന്യായപ്രമാണം 3.5 കൊല്ലം 12 അപ്പോസ്തലന്മാരെ പഠിപ്പിച്ച ഉപദേശം അവര് പഠിപ്പിക്കുന്നത്. ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലേ. 3.5 കൊല്ലം കർത്താവ് പഠിപ്പിച്ച എന്താ? ന്യായപ്രമാണം. ആ ന്യായപ്രമാണത്തിലെ യേശുവിനെ പ്രസംഗിച്ചത് പൗലോസിന്റെ കൃപയുടെ സുവിശേഷത്തിലുള്ളവരോട് വന്ന് പ്രസംഗിച്ചാൽ പൗലോസിന്റെ ഭാഷയിൽ പൗലോസ് അതേ വാക്ക് തന്നെ ഉപയോഗിക്കേണ്ടത്. മറ്റൊരു യേശു, മറ്റൊരു യേശു. ആ യേശു ഇവിടെ ചേരുകയില്ല. എന്നിട്ട് പറയാണ് അത് മറ്റൊരു സുവിശേഷം. മറ്റൊരു യേശു എന്ന് മാത്രമല്ല, അത് മറ്റൊരു സുവിശേഷമാണ്. ഏത് സുവിശേഷം അത്? രാജ്യത്തിന്റെ സുവിശേഷം. അത് കർത്താവ് 3.5 കൊല്ലം പഠിപ്പിച്ചതും 12 അപ്പോസ്തലന്മാർ പ്രസംഗിച്ചതുമായിരിക്കുന്ന സുവിശേഷം രാജ്യത്തിന്റെ സുവിശേഷം. അതിവിടെ പൗലോസിന്റെ കൃപയുടെ സുവിശേഷത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുകയില്ല, ചേരുകയില്ല. അത് കേട്ടിട്ടാ പൗലോസ് പറയുന്നത് മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നു, മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുന്നു. അങ്ങനെ ആ മറ്റൊരു യേശുവിനെ പ്രസംഗിച്ച് നിങ്ങൾ ആ സുവിശേഷം കൈക്കൊള്ളുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആത്മാവും ആ വിധത്തിലുള്ള മറ്റൊരാത്മാവ്. നോക്കിയത് ഇത് പൗലോസ് പറഞ്ഞതല്ലേ, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാക്കി പറയുന്നതെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ. ഇത് ഞാൻ തിരുവഴുത്തിലെ കാര്യം ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഇത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൃപായുഗത്തിലെ യേശു ക്രിസ്തു ഒരിക്കലും ന്യായപ്രമാണത്തിലെ യേശു ക്രിസ്തുവിനോട് ചേരുകയില്ല. ഇത് രണ്ടും രണ്ടാണ്. ഇത് രണ്ടും രണ്ട് ഉപദേശമാണ്. യേശു ഒന്നേ ഉള്ളൂ. ഞാൻ ഒന്നും കൂടെ പറയട്ടെ, ഒരു യേശു ക്രിസ്തുവേ ലോകത്ത് വന്നിട്ടുള്ളൂ. അനേകം ക്രിസ്തുക്കൾ എന്ന് പേരുള്ള ഒരുപാട് കള്ളന്മാർ വന്നിട്ടുണ്ട്. അതൊന്നുമല്ല എൻ്റെ വിഷയം. ഇവിടെ ഇവര് രണ്ടുപേരും പറയുന്നത് ഒരേ യേശു ക്രിസ്തുവിനെയാണ്. പക്ഷെ ആ യേശു ക്രിസ്തുവിന്റെ 2 സുവിശേഷമാണ് പറയുന്നത്.
രണ്ട് കാലഘട്ടത്തിലെ രണ്ട് പദ്ധതിയെക്കുറിച്ചാണ് പറയുന്നത്. 12 അപ്പോസ്തലന്മാര് പറയുന്നത് രാജ്യത്തിന്റെ സുവിശേഷമാണ്. പൗലോസ് പറയുന്നത് കൃപയാലെ രക്ഷിക്കപ്പെടുന്നതായിരിക്കുന്ന സുവിശേഷമാണ്. ഞാനത് താഴേക്ക് ഇനിയും വിശദീകരിച്ചു തരാം. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ വന്ന് പറയുന്നവരായിരിക്കുന്നവർ എവിടെയുള്ളവരായി എങ്ങനെയുള്ളവരാണെന്നറിയാമോ? അവർ വന്ന് പറയുന്നവരായിരിക്കുന്നവർ ഈ 12 അപ്പോസ്തലന്മാരാൽ അധികാരം ലഭിച്ച് നിയമിക്കപ്പെട്ട് വന്നവരായിരിക്കുന്നവരാണെന്ന് അവരവകാശപ്പെടുന്നത്. നിങ്ങൾ ഇപ്പൊ 4-ാമത്തെ വാക്യം വായിച്ചല്ലോ. നോക്കിയേ, 5-ാമത്തെ വാക്യം വായിച്ചു നോക്കിയേ. ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് നിരൂപിക്കുന്നു. ഞാൻ വാഗ്സാമർത്ഥ്യമില്ലാത്തവനെങ്കിലും പരിജ്ഞാനമില്ലാത്തവനല്ല. ഞങ്ങളത് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും എല്ലാ വിധത്തിലും വെളിപ്പെടുത്തി തന്നിരിക്കുന്നുവല്ലോ. എന്തിനാ പൗലോസ് ഇത് പറഞ്ഞവിടെ? ഈ കാര്യം പറഞ്ഞിട്ട് എന്തിനു പൗലോസ് ഇത് പറഞ്ഞേ? ഈ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് എന്തിനാ ഈ സന്ദർഭത്തിൽ പറയുന്നത്? ഈ വന്ന് പറഞ്ഞവരെന്താ പറയുന്നത് അറിയാവോ? കർത്താവായ യേശുക്രിസ്തു 3.5 കൊല്ലം ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് തന്റെ നേരിട്ട് തിരഞ്ഞെടുത്ത് ചുമതലപ്പെടുത്തിയായിരിക്കുന്ന അധികാരമുള്ളവരായിരിക്കുന്ന അപ്പോസ്തലന്മാരാൽ ചുമതലപ്പെട്ടവരാണ്, ചുമതല ഏൽപ്പിക്കപ്പെട്ടവരാണ് ഞങ്ങൾ യെരുശലേമിൽ പോയി അവരിൽ നിന്ന് കേട്ടുപഠിച്ച് അവരിൽ നിന്ന് മനസ്സിലാക്കിയ സത്യമാണ് നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ പൗലോസിനെ, ഈ അകാലത്തിൽ വന്നതായിരിക്കുന്ന കർത്താവ് ഭൂമിയിൽ വെച്ച് തിരഞ്ഞെടുക്കാത്ത ആ പൗലോസിനെ അല്ല നിങ്ങൾ പിൻഗമിക്കേണ്ടത്. പിന്നെ ആരെയാ? കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ തിരഞ്ഞെടുത്തായിരിക്കുന്ന 12 അപ്പോസ്തലന്മാരെയാണ് നിങ്ങൾ പിൻഗമിക്കേണ്ടത്. അവരുടെ ഉപദേശമാണ് കേൾക്കേണ്ടത്. ഞങ്ങൾ അവരാൽ നിയോഗിക്കപ്പെട്ട് നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. ഈ കൊരിന്ത്യ സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ വന്നവര് യെരുശലേമിലെ സഭയിലെ അംഗങ്ങളാണ്. യെരുശലേമിലെ സഭയിൽ നിന്ന് കേട്ട് പഠിച്ചവരാണ്. 12 അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാരാണ്. അവര് വന്ന് അവകാശപ്പെടുകയാണ്, ഞങ്ങളുടെ അപ്പോസ്തലന്മാരാണ് യഥാർത്ഥ അപ്പോസ്തലന്മാർ. അപ്പൊ പൗലോസ് പറഞ്ഞു, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല. ആരാ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാർ? 12 അപ്പോസ്തലന്മാർ അല്ലെ? 12 അപ്പോസ്തലന്മാരെ കുറിച്ച് അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാർ പൗലോസ് അവരെ കുറ്റപ്പെടുത്തുന്നല്ല. അവര് യോഗ്യതയുള്ളവരാ, അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരാ. പക്ഷെ ഞാനേ അവരെക്കാൾ അത്ര മോശമൊന്നുമല്ല, അത്രയ്ക്ക് കുറഞ്ഞവനല്ല. ഞാൻ വാക്ക് സാമർഥ്യമില്ലാത്തവനായിരിക്കാം, എന്നാൽ പരിജ്ഞാനമില്ലാത്തവൻ അല്ല. എന്താണ് പറയുന്നത്? പൗലോസിനെ കുറിച്ച് സാധാരണ എങ്ങനെ ഒരു ഇത് പറയാറുണ്ട്, പൗലോസ് പ്രസംഗത്തിൽ അത്ര ഗംഭീര അല്ലായിരുന്നു എന്നാ. വാക്ക് നിന്ദ്യവും അവന്റെ ശരീരസന്നിധിയോ അതിശ്രേഷ്ഠവുമാണെന്ന് നിങ്ങളിൽ ചിലർ പറയാറുണ്ടല്ലോ എന്ന് പൗലോസ് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പൗലോസ് ഒരുപക്ഷെ അതിഗംഭീര പ്രസംഗകനല്ലായിരുന്നു, അതിഗംഭീര പ്രസംഗം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ വാക്ക് സാമർഥ്യമില്ലാത്തവനാണെങ്കിലും ഞാൻ പരിജ്ഞാനമില്ലാത്തവനല്ല, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല. ഇതേ വാക്യം നോക്കിയാൽ 12-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ഇതേ വാക്യം നോക്കിയേ. 12-ാം അധ്യായത്തിന്റെ അതിന് 2 വരുന്നിട്ട് 12-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങള്. ഞാൻ മൂഢനായി പോയി, നിങ്ങൾ എന്നെ നിർബന്ധിച്ചു, നിങ്ങൾ എന്നെ ശ്ലാഘിക്കേണ്ടതായിരുന്നു, നിങ്ങൾ എന്നെ പുകഴ്ത്തേണ്ടതായിരുന്നു എന്ന്. നിങ്ങൾ എന്നെ ശ്ലാഘിക്കേണ്ടതായിരുന്നു. ഞാൻ ഏതുമില്ല എങ്കിലും അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ. ഞാൻ നിങ്ങൾക്ക് ഇരുന്നില്ല എന്നുള്ളതൊഴികെ എന്നുള്ളതല്ലാതെ ശേഷം സഭകളെക്കാൾ നിങ്ങൾക്ക് എന്തോന്നിൽ കുറവ് വന്നു. ഈ അന്യായം ക്ഷമിച്ചുകൊള്ളും. വീണ്ടും പറയാണ്, അതിശ്രേഷ്ഠതയുള്ള നിങ്ങൾ പറയുന്നില്ലേ, ഞങ്ങൾ പത്രോസിന്റെ പക്ഷക്കാരാന്ന് പറയുന്നില്ലേ, എന്ന് പറഞ്ഞാൽ കേഫാവിന്റെ പക്ഷക്കാരാന്ന് നിങ്ങൾ അവകാശപ്പെടുന്നില്ലേ? നിങ്ങൾക്കറിയാമോ, ആ കേഫാവിനേക്കാളും ഞാൻ ഒട്ടും കുറഞ്ഞവനല്ല. ആ അതിശ്രേഷ്ഠതയുള്ള 12 അപ്പോസ്തലന്മാരെക്കാൾ ഞാൻ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് പറയാൻ കാരണം, അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നവർ വന്നിട്ടാണ് കൊരിന്ത്യ സഭയിൽ പ്രശ്നം ഉണ്ടാക്കിയത്. എത്ര വ്യക്തമായി കാര്യം, എത്ര വ്യക്തമാണിത്, അത് മനസ്സിലാക്കുക. എന്നിട്ട് ചില വാക്യങ്ങൾ കൂടെ വായിക്കുക, നോക്കുക. അതിന്റെ 11-ാം അധ്യായം, 2 വരുന്നതിന് 11-ാം അധ്യായം 12-ാം വാക്യം, 11-ാം അധ്യായം എന്റെ 12-ാം വാക്യം. എന്നെ നിന്ദിപ്പാൻ കാരണം അന്വേഷിക്കുന്നവർക്ക് കാരണം അറുത്ത് കളയേണ്ടതിന് ഞാൻ ചെയ്യുന്നത് മേലാലും ചെയ്യും. അവർ പ്രശംസിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെപ്പോലെ അവരെ കാണട്ടെ. ആര് പ്രശംസിക്കുന്ന കാര്യത്തില്? ഈ നിങ്ങളോട് വന്ന് തെറ്റിദ്ധാരണ പറഞ്ഞു വരുത്തിയില്ലേ, നിങ്ങളോട് വന്ന് ഈ ന്യായപ്രമാണത്തിലെ ക്രിസ്തുവിനെ ഉപദേശിച്ചില്ലേ, ആ ഉപദേശം പറഞ്ഞവർ അവർ പ്രശംസിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെപ്പോലെ അവരെ കാണട്ടെ. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ. അവരെ വിളിക്കുന്ന കേട്ടോ, 12 അപ്പോസ്തലന്മാരെ അല്ല കേട്ടോ കള്ള അപ്പോസ്തലന്മാർ എന്ന് വിളിച്ചേ, തെറ്റിദ്ധരിക്കരുത്. അല്ല, 12 അപ്പോസ്തലന്മാരെ പൗലോസ് വിളിച്ച അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാർ എന്നാണ്. അവരാൽ നിയോഗിക്കപ്പെട്ട് അയക്കപ്പെട്ട് വന്നവരാണ് കൊരിന്ത്യ സഭയിൽ ഞങ്ങൾ വന്നിരിക്കുന്നത്.
അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കേൾക്കണം, ന്യായപ്രമാണം അനുസരിക്കണം, പരിശോധന ഏൽക്കണം, ഇതെല്ലാം ചെയ്യണം. യേശുക്രിസ്തു 3.5 വർഷം പഠിപ്പിച്ചതാണ് നമ്മൾ പഠിക്കേണ്ടത്, ഉപദേശിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചവരെ, അങ്ങനെ വന്ന് പറഞ്ഞവരെയാണ് പറയുന്നത് ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്ര. എത്ര നിശിതമായി വിമർശിക്കുന്ന പൗലോസ്. ഞാൻ പറഞ്ഞില്ലേ, പൗലോസിന് താൻ പറഞ്ഞതായിരിക്കുന്ന സുവിശേഷത്തിന് വിരുദ്ധമായിട്ട് ആര് പറഞ്ഞാലും സമ്മതിക്കില്ല. ാണ് അന്ത്യോക്യ സഭയിൽ പത്രോസ് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പത്രോസ് വന്നിട്ട് ഭക്ഷണത്തിന് ഇരിക്കുന്ന ആ കാര്യമൊക്കെ അറിയാമല്ലോ അല്ലേ? ഗലാത്യ സഭയിൽ, ഗലാത്യ ലേഖനത്തിൽ വായിച്ചിട്ടില്ലേ? അവിടെ വന്നിട്ട് പിന്നെ യഹൂദിയിൽ നിന്ന് കൂടെയുള്ളവർ വരുന്നതിന് മുമ്പേ പത്രോസ് അന്ത്യോക്യ സഭയിൽ എന്ത് ചെയ്തു? ജാതികളുടെ കൂടെ തിന്നു കുടിച്ചു. ആ യഹൂദിയിൽ നിന്ന് കുറച്ച് പേര് വന്നു കഴിഞ്ഞപ്പം, യഹൂദിയിൽ നിന്ന് വന്നവരൊക്കെ യഹൂദന്മാരല്ലേ, അവിടെ നിന്ന് കുറച്ച് പേര് വന്നു കഴിഞ്ഞപ്പോൾ പത്രോസ് മെല്ലെ അങ്ങ് പതുങ്ങി. ഞാനിവിടുത്തെ ആളല്ല പറഞ്ഞു. പത്രോസ് അങ്ങ് പതുങ്ങി മാറിയെന്നു. ജാതികളുടെ അടുത്ത് ഞാൻ പോവില്ല, ഞാൻ തിന്നു കുടിക്കില്ല എന്ന് പറഞ്ഞ് മാറിയെന്നു. അന്നേരം പൗലോസ് അതിനിശ്ചിതമായിട്ട് പത്രോസിനെ വിമർശിച്ചു. അല്ലേ? നിങ്ങൾക്ക് അറിയാമല്ലോ, വായിക്കണ്ടല്ലോ അല്ലേ? വായിക്കണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാം. ഗലാത്യ ലേഖനം 2-ാം അധ്യായം വായിച്ചാൽ മതി, അപ്പൊ നിങ്ങൾക്ക് അത് അറിയാം കേട്ടോ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അവർ ഇങ്ങനെയുള്ളവർ, നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വന്ന അപ്പോസ്തലന്മാരെ അയച്ചിട്ട് വന്നതെന്നും പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞായിരിക്കുന്നവർ, അവര് കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യവുമല്ല, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമില്ല, അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്കൊത്തതായിരിക്കും. ഞാൻ പറയുന്ന യെരുശലേമിലെ വിശ്വാസികളെ കുറിച്ച് ഇത് പറയുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊക്കെ വായിച്ചിട്ട് നമ്മളെ ആരാ ഇതിങ്ങനെയാണെന്ന് ആരാ പഠിപ്പിച്ചതെന്ന്? ഞാൻ എന്നെ കുറിച്ച് പറയട്ടെ, 30 വർഷം എന്നെ ആരും പഠിപ്പിച്ചില്ല. ഇത് യെരുശലേമിലെ സഭയിൽ നിന്ന് വന്നവരാണ് ഇവിടെ ഈ പ്രശ്നം ഉണ്ടാക്കിയതെന്നും അവരെ കുറിച്ചാണ് പൗലോസ് ഈ പറയുന്നതെന്നും കള്ള അപ്പോസ്തലന്മാരെന്ന് പറയുന്നതെന്നും ആരും എന്നെ പഠിപ്പിച്ചില്ല. എൻ്റെ കർത്താവിന്റെ കൃപയാല് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കിട്ടിയതാ. അപ്പൊ ഞാൻ പറയുന്നത്, ഇത് എന്തുകൊണ്ട് ഈ 2 സുവിശേഷം, 2 പദ്ധതി എന്നുള്ളതായിരിക്കുന്ന കാര്യം തിരിച്ചറിയാതെ, മനസ്സിലാക്കാതെ പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവർക്ക് ഒന്നും തിരിച്ചറിയുന്നില്ല. മുതലുള്ള വാക്യങ്ങൾ 18 മുതൽ 22 വരെ. 18 മുതൽ ഞാൻ വായിക്കാം, അതേ അധ്യായം തന്നെ കേട്ടോ. 18 മുതൽ 22 വരെ. പലരും ജഡപ്രകാരം പ്രശംസിക്കിയാൽ ഞാനും പ്രശംസിക്കും. നിങ്ങൾ ബുദ്ധിമാന്മാർ ആകിയാൽ ബുദ്ധിഹീനരെ സന്തോഷത്തോടെ പൊറുക്കുന്നുവല്ലോ. നിങ്ങളെ ഒരുവൻ അടിമപ്പെടുത്തിയാലും, ഒരുവൻ തിന്നുകളഞ്ഞാലും, ഒരുവൻ പിടിച്ചുകൊണ്ടുപോയാലും, ഒരുവൻ അഹങ്കരിച്ചാലും, ഒരുവൻ നിങ്ങളെ മുഖത്തടിച്ചാലും നിങ്ങൾ പൊറുക്കുന്നുവല്ലോ. അതിൽ ഞങ്ങൾ ബലഹീനരായിരുന്നു എന്ന് ഞാൻ മാനം കെട്ട് പറയുന്നു. ഈ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? എന്താ പറഞ്ഞതെന്നറിയാമോ? 12-ാം വാക്യം, പലരും ജഡപ്രകാരം, ഈ വന്നവരൊക്കെ എന്താ പറയുന്നതെന്നറിയാമോ? അവരെല്ലാവരും ജഡപ്രകാരം പ്രശംസിക്കുന്നവരാ. ഞങ്ങൾ ആരാന്നറിയാമോ? ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാ, ഞങ്ങൾ ഇസ്രായേലിയരാ, ഞങ്ങൾ യഹൂദന്മാരാ, 12 അപ്പോസ്തലന്മാരുടെ കാൽ കീഴിലിരുന്ന് പഠിച്ചവരാ ഞങ്ങൾ. കർത്താവിന്റെ നേരിട്ടുള്ള അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാരാ ഞങ്ങൾ. ഞങ്ങൾ പറയുന്നത് കേൾക്കണമെന്ന് പറഞ്ഞു. അവർ ജഡപ്രകാരം പ്രശംസിക്കുകയാണ്. പൗലോസ് പറയാണ്, പലരും ജഡപ്രകാരം പ്രശംസിക്കാൻ ഞാനും പ്രശംസിക്കും. എനിക്കും പ്രശംസിക്കാൻ ചില വകയുണ്ട്. എന്നിട്ട് പറയാണ്, താഴെ പറയാണ്, നിങ്ങൾ ബുദ്ധിമാന്മാരാകിയാൽ ബുദ്ധിഹീനരെ സന്തോഷത്തോടെ പൊറുക്കുന്നുവല്ലോ എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്ക് എന്നെ വളരെ സന്തോഷിപ്പിച്ച വാക്കാ. നിങ്ങളെ ഒരുവൻ അടിമപ്പെടുത്തിയാലും, ഒരുവൻ തിന്നു കളഞ്ഞാലും, ഒരുവൻ പിടിച്ചുകൊണ്ടു പോയാലും, ഒരുവൻ അഹങ്കരിച്ചാലും, ഒരുവൻ നിങ്ങളെ മുഖത്തടിച്ചാലും നിങ്ങൾ പൊറുക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ ആര് ചെയ്യുന്ന കാര്യമായി പറയുന്നത്? ഈ പറയുന്നതായിരിക്കുന്ന യെരുശലേമിൽ നിന്ന് വന്നതായിരിക്കുന്ന അപ്പോസ്തലന്മാർ എന്ന് സ്വയം പുകഴ്ത്തുന്നവരായിരിക്കുന്ന 12 അപ്പോസ്തലന്മാരുടെ കേട്ട് പഠിച്ച് വന്നായിരിക്കുന്ന ശിഷ്യന്മാരായിരിക്കുന്നവർ ഇവരെ പിടിച്ചുകൊണ്ടു പോകുന്നു, തിന്നുകളയുന്നു, അഹങ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ കൊരിന്തിലെ വിശ്വാസികളെ അവരപഹരിക്കുന്നു. അവര് ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങൾ പൊറുക്കുന്നുവല്ലോ, നിങ്ങൾ പൊറുക്കുന്നുവല്ലോ. ഞങ്ങൾ ബലഹീനരായിരുന്നു എന്ന് ഞാൻ മാനം കെട്ട് പറയുന്നു. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഞങ്ങൾ സഹിക്കില്ല എന്ന് പറഞ്ഞു. അതായത് പൗലോസ് പറഞ്ഞത് അറിയാവോ? നിങ്ങളെ ഇങ്ങനെ ചതിയന്മാരും ഒന്ന് ചതിക്കും, പല ഉപദേശവും പറഞ്ഞ് നിങ്ങളെ തെറ്റിക്കും, നിങ്ങൾ അവരെല്ലാവരും ഇങ്ങനെ വലിയ ഹാർദവമായി സ്വീകരിക്കും, നല്ല മനസ്സോടെ ഉൾക്കൊള്ളും. നിങ്ങളെ ചതിച്ചാലും വഞ്ചിച്ചാലും ഒന്നും നിങ്ങൾക്ക് വിഷയമല്ല, നിങ്ങൾ അതൊക്കെ അങ്ങ് സ്വീകരിക്കും, അംഗീകരിക്കും. ഇതില് നിങ്ങൾ കൊള്ളാം, നല്ല മനസാക്ഷിയുള്ളവരാ, എല്ലാവരും ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടല്ലോ, അത് നല്ല മനസാക്ഷിയല്ലേ.
നല്ല മനസ്സാക്ഷി. എന്നിട്ട് പൗലോസ് പറഞ്ഞു, ഈ കാര്യത്തില് ഈ കാര്യത്തിൽ മാത്രം ഞങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ നിങ്ങളോട് ചേരില്ല എന്ന് പറഞ്ഞു. നോക്കിയേ, അത് ഭയങ്കര രസമാണ്. അതിൽ ഞങ്ങൾ ബലഹീനരായിരുന്നു എന്ന് ഞാൻ മാനം കെട്ട് പറയുന്നു. പൗലോസ് സമ്മതിക്കില്ല. പൗലോസ് പറയുന്നതായിരിക്കുന്ന സുവിശേഷത്തിന് വിരുദ്ധമായിട്ട് ഏത് കുഞ്ഞ് ആര് പറഞ്ഞാലും സമ്മതിക്കുകയില്ല. ഞാൻ ഓർക്കുന്നു, അത്ര തീക്ഷ്ണതയോടെ ഈ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ചിലരുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളും ആ വിധത്തിൽ നിൽക്കുന്നവരാണ്. എൻ്റെ കൂടെ വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അച്ചായന്മാരെയൊക്കെ എനിക്കറിയാം. എൻ്റെ കൂടെ വന്നിരിക്കുന്നവർ ഈ സത്യത്തിന് വേണ്ടി, അറിഞ്ഞ സത്യത്തിന് വേണ്ടി അവർ കാണിക്കുന്ന ആ തീക്ഷ്ണത എനിക്കത് വളരെ സന്തോഷമാണ്. നിങ്ങളും അതുപോലെ തീക്ഷ്ണത കാണിക്കുമെന്നറിയാം. എനിക്കും ആ ഒരൊറ്റ ആഗ്രഹമുള്ളൂ, ആര് ഈ സത്യസുവിശേഷത്തിന് വിരുദ്ധമായിട്ട് ആര് പറഞ്ഞാലും അവരിനി എത്ര എന്നെ ആക്ഷേപിച്ചാലും വേണ്ടില്ല, ഞാൻ മരണം വരെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ആരെങ്കിലും ധൈര്യപ്പെടുന്ന കാര്യത്തിൽ ഞാൻ ബുദ്ധിഹീനനായി പറയുന്നു, ഞാനും ധൈര്യപ്പെടുന്നു എന്നിട്ട് പറയുന്നത് നോക്കിയാൽ, ഇത് ആരാണ് ഈ കൊരിന്തിലെ സഭയെ വഞ്ചിച്ചത്, ചതിച്ചത് എന്ന് മനസ്സിലാകണമെങ്കിൽ വളരെ വ്യക്തമാണ് താഴേക്ക് കൊടുത്തിരിക്കുന്ന നോക്കിയേ. ബുദ്ധിഹീനനായി പറയുന്നു, ഞാനും ധൈര്യപ്പെടുന്നു. എന്നിട്ട് അവർ പറയണം, അവർ എബ്രായരോ? ആര്? ഈ നിങ്ങളോട് വന്ന് പറഞ്ഞതായിരിക്കുന്ന ഈ ന്യായപ്രമാണത്തിലെ ക്രിസ്തുവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നായിരിക്കുന്ന അവർ അവകാശപ്പെടുന്നത് എന്താ? ഞങ്ങൾ എബ്രായരാന്ന് പറയണേ. പൗലോസ് പറയാണ്, അവർ എബ്രായരോ? ഞാനും അതെ. അവർ ഇസ്രായേലിയരോ? ഞാനും അതെ. അവർ അബ്രഹാമിന്റെ സന്തതിയോ? ഞാനും അതെ. ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരെന്നാണോ അവർ അവകാശപ്പെടുന്നത്? ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി. ഞാൻ താഴേക്ക് വായിക്കുന്നതിന് പൗലോസിന്റെ ആ കഷ്ടപ്പാടുകളുടെ ഒരു പട്ടിക വിവരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളെ വഞ്ചിച്ചവരെ ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ. കൊരിന്ത് സഭയിൽ പ്രശ്നം ഉണ്ടാക്കിയത് ആരാ? എബ്രായറാണ്. അവര് അബ്രഹാമിന്റെ സന്തതികളാണ്, അവര് ഇസ്രായേലിയരാണ്, അവര് ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരാണ്. അപ്പൊ ഇവരാരാണെന്ന് നമുക്ക് അങ്ങ് തരംതിരിച്ചുകൂടെ? അല്ലേ? അപ്പൊ ഇവരാരാണെന്ന് നമുക്കിനി ഇതിൽ കൂടുതൽ തരംതിരിക്കാൻ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല, നമുക്കത് മനസ്സിലാവും. അവര് ഈ പറയുന്നതായിരിക്കുന്ന 12 അപ്പോസ്തലന്മാരാൽ ക്രിസ്തുവിന്റെ ഉപദേശത്തെ സ്വീകരിച്ചവരും ഒക്കെയാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ് താൻ പറയുന്ന കൃപയുടെ സുവിശേഷത്തിന് വിരുദ്ധമായി പറയുന്ന ന്യായപ്രമാണത്തിലെ ക്രിസ്തുവിനെ മറ്റൊരു യേശു ആയി ചിത്രീകരിച്ചത് എന്നുള്ളതായിരിക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കൊരിന്ത്യ ലേഖനം 1 അധ്യായം 1 കൊരിന്ത്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങൾ ഒന്നുകൂടെ ഞാൻ വായിക്കാം. ഒന്നുകൂടെ അല്ല, ഞാൻ വായിച്ചില്ല, ഇപ്പോൾ ഞാനൊന്ന് വായിക്കാം. 17 മുതൽ 1 കൊരിന്ത്യർ 1-ാം അധ്യായം 17 മുതൽ. സ്നാനം കഴിപ്പിപ്പാനല്ല, സുവിശേഷം അറിയിപ്പാൻ അത്രേ ക്രിസ്തു എന്നെ അയച്ചത്. ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ല താനും. നിങ്ങൾ ശ്രദ്ധിക്കുന്നു, 12 അപ്പോസ്തലന്മാർക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? എന്താണ് കാരണം? കർത്താവ് എന്താ അവർക്ക് കൊടുത്ത നിയോഗം? സ്നാനം കഴിപ്പിച്ച് ശിഷ്യരാക്കാനല്ലേ? അപ്പൊ അവർക്ക് പറയാൻ പറ്റുമോ എന്നെ സ്നാനം കഴിപ്പിക്കാനല്ല അയച്ചതെന്ന്? പൗലോസിനല്ലേ ഇത് പറയാൻ പറ്റുള്ളൂ. ഈ കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞപ്പോൾ പൗലോസ് പറഞ്ഞു, സ്നാനം കഴിപ്പിക്കാനല്ല എന്നെ അയച്ചതെന്ന് പറഞ്ഞു. ക്രിസ്തുവിന്റെ ക്രൂശ്, പിന്നെ എന്താ പറഞ്ഞത്? എന്നെ അയച്ചത് ക്രിസ്തുവിന്റെ പിന്നെ സ്നാനം കഴിപ്പിക്കാനല്ല, സുവിശേഷം അറിയിപ്പാൻ അത്രേ എന്നെ അയച്ചത്. എന്നിട്ട് പറയാണ് ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാതിരിക്കണേനും വാക്ചാതുര്യത്തോടെ അല്ലതാനും. എന്റെ പ്രസംഗം പോലും ആകർഷിക്കപ്പെട്ടിട്ട് ആരും ഇത് വിശ്വസിക്കണ്ട. എന്റെ പ്രസംഗത്തിന്റെ ഗാംഭീര്യം, അതിന്റെ ഭയങ്കരത, ആ വാക്ചാതുര്യത്തിന്റെ ഗംഭീരം കണ്ടിട്ട് ആരും ഈ ക്രിസ്തുവിനെ അറിയണ്ട. അതിൽ പോലും എന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകരുത്. എന്തൊരു തീരുമാനം എന്നറിയാവോ? എന്നിട്ട് താഴേക്ക് പറയാണ്, വീണ്ടും അതിന്റെ 12-ാം വാക്യം നോക്കിയേ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. നോക്കിയേ, എന്തോ ഒരു അത്ഭുതമാ പൗലോസ് പറയുന്നത്. ഈ ക്രിസ്തുവിനെ അല്ല 12 അപ്പോസ്തലന്മാർ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു അല്ല അവരുടെ പ്രസംഗം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അവർക്ക് ക്രൂശിൽ നടന്നത് 12 അപ്പോസ്തലന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കുലപാതകമാണ്. നിങ്ങൾ അവനെ ക്രൂശിച്ചു കൊന്നു, നിങ്ങൾ അവനെ കുലപാതകന്മാരാകുന്നു. പത്രോസിന്റെ 1-ാം പ്രസംഗം നോക്കൂ, പത്രോസിന്റെ പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധിക്കൂ. പത്രോസിന് ക്രൂശ് കൊലപാതക മരവാ. പക്ഷെ പൗലോസ് പറയുന്നത് എന്തറിയാവോ?
എൻ്റെ കർത്താവിൻ്റെ ക്രൂശല്ലാതെ എനിക്ക് മറ്റൊന്നും അറിയില്ല. അറിയാത്തവനായി ഞാൻ താഴേക്ക് വായിക്കുന്നുണ്ട്. വേറൊന്നുമില്ല. എനിക്ക് പ്രശംസിക്കാനുള്ളത് കാൽവരിയിലെ കുരിശിൽ മാത്രമാണ്. പൗലോസ് പറയുകയാണ്. മറ്റവർക്ക് കുരിശ് കൊലപാതകത്തിന്റെ മരമാകുമ്പോൾ പൗലോസിന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത അതാ. ഈ ന്യായപ്രമാണത്തിലെ ക്രിസ്തു വേറൊരു യേശു എന്ന് പറയുന്നത്. നോക്കിയാൽ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാവുന്നു. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിന്റെ താർക്കികൻ എവിടെ? ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായതുകൊണ്ട്, ഞാനത് പെട്ടെന്ന് വായിച്ചു വിടുകയാണേ, ഞാനിവിടെ ഒന്നും അധികം നേരം നിൽക്കുന്നില്ല. ദൈവത്തെ അറിയായതുകൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യഹൂദന്മാർ, ആ വാക്യം ശ്രദ്ധിക്കുക, യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഈ വന്ന് കൊരിന്ത്യ സഭയിൽ ഭിന്നതയുണ്ടാക്കിയവർക്ക് ക്രൂശിൽ എന്ത് നടന്നു എന്നറിയില്ല. അതുകൊണ്ടാണ് പൗലോസ് ഇത്ര ശക്തമായിട്ട് ഈ താഴേക്ക് നിങ്ങൾ പിന്നെ കേഫാവിന്റെ പക്ഷക്കാര് ക്രിസ്തുവിന്റെ പക്ഷക്കാര് നിങ്ങൾ പറയുന്നുവല്ലോ. എന്നിട്ട് പൗലോസ് പറയുന്നത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ് ഞങ്ങളുടെ പ്രസംഗ വിഷയം. നിങ്ങൾ പറയുന്നതായിരിക്കുന്ന ന്യായപ്രമാണത്തിലെ ക്രിസ്തു അല്ല ഞങ്ങളുടെ വിഷയം. ആ ക്രിസ്തു ഈ സുവിശേഷവുമായിട്ട് തടിച്ചു നോക്കുമ്പോൾ അത് വേറൊരു യേശു ആണെന്നാ പൗലോസ് പറയുന്നത്. നോക്കി എത്ര വ്യക്തമായിട്ടാ പഠിപ്പിക്കുന്ന നോക്കിയേ. അവിടെ പറയാണ്, യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായി ആയ ക്രിസ്തുവിനെ തന്നെ. ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതും ആകുന്നു. ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. നോക്കിയേ, പൗലോസ് അത്ര നിശ്ചയമായിട്ട് പറയുന്നത്. പണ്ട് ഈ കർത്താവിന്റെ ഇവിടെ ഈ പറയുന്നത് എന്തറിയാവോ? ഈ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ മനസ്സായി എന്നൊക്കെ പറയുന്നത്. പ്രസംഗത്താൽ രക്ഷിക്കപ്പെടുന്ന ഒരു കൂട്ടരെ യഹൂദന്മാർക്ക് അറിയില്ല. അവർക്ക് ന്യായപ്രമാണത്തിലെ പ്രവൃത്തി ചെയ്ത് രക്ഷപ്പെടണം. മനസ്സിലായോ? ആ കാര്യങ്ങളൊക്കെ കണ്ടിച്ചുകൊണ്ടാണ് പൗലോസോട് പറയുന്നത്. ഇതെല്ലാം കൂടി വിശദീകരിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിച്ചു വിടുന്നത്. പൗലോസ് പറയുന്നത്, എന്നാൽ ഇപ്പോഴോ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ തക്കവണ്ണം ദൈവത്തിന് പ്രസാദമായി എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ശ്രദ്ധിക്കുക. അവിടെ പൗലോസ് ഈ വിധത്തിൽ അത് അത്രയും താൻ പറയുന്നതായിരിക്കുന്ന സുവിശേഷത്തെ കുറിച്ച് അത്ര നിശ്ചയത്തോടു കൂടെ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. യഹൂദന്മാർക്ക് അടയാളം കിട്ടണം, യവനന്മാർക്ക് ജ്ഞാനം കിട്ടണം. ഇവിടെ എവിടെയാ ജ്ഞാനം ഉള്ളത്? ക്രൂശിൽ എവിടെയാ യവനന്മാര് ജ്ഞാനം അന്വേഷിച്ച ജ്ഞാനം കാണാനുള്ളത്? ഒരു ബലഹീനെ പോലെ മരിച്ച ക്രിസ്തു അല്ലേ? എന്താണ് ഒരു പ്രതികരണവും ശേഷിയും ഇല്ലാതെ, കണ്ടാൽ അങ്ങനെയല്ല തോന്നുക. കർത്താവിനെ പിടിച്ചത് ക്രൂശിക്കുന്ന രംഗം ഓർക്കുമ്പോൾ ഒരു പ്രതികരണ ശേഷിയില്ല. വെറും നിസ്സാരനെ പോലെ, ബലഹീനെ പോലെ കാൽവരിയിലെ കുരിശിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന കർത്താവിനെ, അയ്യോ, അത് ജ്ഞാനത്തിന്റെ ലക്ഷണേ അല്ലത്. ഒന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ, ഒന്ന് എതിർത്തായിരുന്നെങ്കിൽ അതുകൊണ്ട് അവർക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. ക്രൂശ് അവർക്ക് ഭോഷത്വമാണ്. യഹൂദന്മാർ എന്ത് വിശ്വസിക്കുന്ന അടയാളം കാണണം? അപ്പൊ പൗലോസ് പറയാണ്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ് ഞങ്ങളുടെ പ്രസംഗ വിഷയം. അപ്പൊ ഈ ക്രിസ്തുവും ന്യായപ്രമാണത്തിലെ ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ഓർക്കുക. 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യം, അതേ കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യം. ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്ര ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത് എന്ന് പറഞ്ഞാൽ പൗലോസ് അവിടെ വീണ്ടും ആവർത്തിക്കുകയാണ്. അതായത് ജ്ഞാനം പ്രസംഗിച്ചല്ല സുവിശേഷം പ്രസംഗിക്കേണ്ടത്. ജ്ഞാനമല്ല സുവിശേഷത്തിന്റെ സുവിശേഷത്തിന്റെ സ്വീകാര്യതയ്ക്ക് കാരണമായിരിക്കുന്ന കാര്യം. ജ്ഞാനമല്ല, പാണ്ഡിത്യമല്ല. അവിടെ പാണ്ഡിത്യവും വേണ്ട, വിദ്യാഭ്യാസവും വേണ്ട, ഒന്നും വേണ്ട. ക്രൂശിൽ മരിച്ച യേശുവിനെ ഒന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റിയാൽ നമ്മൾ സുവിശേഷം പറയാണ്. അതാണ് അതിന്റെ കാര്യം. അപ്പൊ പറയാണ്, ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്ര ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. അടുത്ത വാക്യം വായിക്കുകയാണ്, ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. നോക്കിയേ, 3.5 കൊല്ലം കർത്താവ് എന്ത് ചെയ്തു എന്നുള്ളത് പൗലോസിന്റെ വിഷയം
അല്ല. 3.5 കൊല്ലം എന്ത് കർത്താവ് പഠിപ്പിച്ചു എന്നുള്ളത് പൗലോസിന്റെ വിഷയം അല്ല. തനിക്ക് ആ ക്രിസ്തുവിനെ അറിയില്ല, വേണ്ട, അറിയേണ്ട ആവശ്യവുമില്ല. ഞാൻ ഇങ്ങനെ തന്നെയാ പലരോടും പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ക്രിസ്തു എൻ്റെ വിഷയമല്ല. എനിക്കാകെ പ്രസംഗിക്കാനുള്ള ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. എനിക്കറിയുന്ന വിഷയം ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി. ആ ക്രിസ്തുവിനെ കുറിച്ച് എനിക്ക് മറ്റൊന്നും അറിയണ്ട. ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തുവിന് മാത്രമാണ് എൻ്റെ പ്രസംഗ വിഷയം. വേറെ ഒന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം. ഈ കൊരിന്ത്യ സഭയെ തെറ്റിദ്ധരിപ്പിച്ചവര് ഏത് ക്രിസ്തുവിനെയാ പ്രസംഗിച്ച്? 3.5 കൊല്ലം ജീവിച്ച് അത്ഭുതങ്ങൾ ചെയ്ത് അടയാളങ്ങൾ ചെയ്ത ന്യായപ്രമാണത്തിന്റെ സുവിശേഷം പറഞ്ഞ ആ യേശുവിനെ പ്രസംഗിച്ച്. അവർക്കെതിരെ പറയുന്ന പൗലോസ് ഇത് അതിനോട് തട്ടിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ കാര്യം മനസ്സിലാകുന്നത്, ഞങ്ങൾ ആ യേശുവിനെ അറിയുന്നില്ല, ഞങ്ങൾക്ക് മറ്റൊന്നും അറിയില്ല, ഞങ്ങൾക്ക് അറിയുകയും വേണ്ട, ഞങ്ങൾക്ക് പ്രസംഗിക്കാനുള്ള ഒരേ ഒരു വിഷയം ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, അത് മാത്രമാണ്. 3-ാം വാക്യം, ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. എന്തിനാ അങ്ങനെ ഇരിക്കണേ? എന്തിനാ ഈ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ ഇരിക്കുന്നത്? ചിന്തിക്കൂ, പറയൂ. ഇത് സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്ദേശമാ, കർത്താവ് കൊടുത്ത സന്ദേശമാ. ഇതിൽ അണുവീട പഴയ്ക്കാൻ പാടില്ല. വായി തോന്നുന്നു വിളിച്ചു പറയാൻ പറ്റില്ല. വായി തോന്നല്ല വിളിച്ചു പറഞ്ഞിട്ട് ദൈവത്തിന്റെ സന്നദ്ധിയിൽ കുറ്റം വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് പൗലോസ് പ്രസംഗിക്കാൻ ചെല്ലുന്നിടത്തെല്ലാം വളരെ ഭയത്തോടും നടുക്കത്തോടും വിറയലോടും കൂടിയിരിക്കുന്നത്. അപ്പോൾ ദൈവവചനം കിട്ടണം. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാം, ദേ നോക്ക്, ഇന്ന പുസ്തകം, ഇത്ര അധ്യായം, ഇത്ര വാക്യം ചൂണ്ടിക്കാണിക്കാം. പൗലോസ് എന്തെടുത്തിട്ടാ ചൂണ്ടിക്കാണിക്കുന്നത്? ആകെ പഴയ നിയമമല്ലേ ഉള്ളു കയ്യില്. അത് വെച്ചുകൊണ്ട് ഈ പുതിയ സുവിശേഷം എങ്ങനെ കാണിക്കാൻ പറ്റും? ഈ പൗലോസ് പറയുന്ന സുവിശേഷം പഴയ നിയമത്തിൽ എങ്ങുമില്ല, എവിടെ എഴുതിയിട്ടില്ല. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന സുവിശേഷമാണ്. അപ്പൊ പൗലോസ് ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഭയത്തോടും നടുക്കത്തോടും വിറയലോടും കൂടി, അതൊക്കെയാണ് അവിടെ പറയുന്നത്. ഇടയിൽ ഇരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കണേന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതൊക്കെ എന്തിനാ ഇവിടെ പറയുന്ന പൗലോസ്? ഇവരെ തെറ്റിച്ച് കളഞ്ഞായിരിക്കുന്ന ആ മറ്റൊരു സുവിശേഷം കാരണമാണ് ഈ പറയുന്നത്. ആ മറ്റൊരു സുവിശേഷം എന്താ? ന്യായപ്രമാണത്തിലെ ക്രിസ്തു. ആ ക്രിസ്തു ഇവിടെ വരുമ്പോൾ വേറൊരു ക്രിസ്തു ആവുക. കാരണം ഇവിടെ നമുക്ക് ന്യായപ്രമാണത്തിൽ എന്ത് പറഞ്ഞു നമുക്ക് വിഷയമല്ല. ഓക്കെ, അതെല്ലാം മനസ്സിലായല്ലോ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവിടെ നമുക്ക് ആകെ കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി, നമ്മുടെ പാപത്തിന് വേണ്ടി പകരം മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവാണ് നമ്മുടെ വിഷയം, നമ്മുടെ വിശ്വാസം. അതിലൂടെ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായിരിക്കുന്ന രക്ഷ. ഇതാണ് നമ്മുടെ വിശ്വാസം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങൾ. 14 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങൾ. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും, അല്ലേ? ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. എന്താ പൗലോസ് പറയുന്നത്? ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എന്തു പറയാനാ നിർബന്ധിക്കുന്നത്? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. ക്രിസ്തുവിന്റെ മരണം എന്നുള്ളതായിരിക്കുന്ന സുവിശേഷമല്ലാതെ പൗലോസിന് ഒന്നും പറയാനില്ല. എന്ത് പറയുമ്പോഴും ഇതേ ഉള്ളൂ. ഒരുപാട് വാക്യങ്ങൾ എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റും. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. നമ്മളെല്ലാവരും മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവരാ. യേശു ക്രിസ്തുവിനോട് കൂടെ നമ്മുടെ മരണം കണക്കിട്ടു. നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. നാം മരിച്ചു ഉയർത്തെഴുന്നേറ്റവരാണ്. ആ ക്രിസ്തുവിനോട് കൂടെ മരിക്കപ്പെട്ടവരായിട്ടാണ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന പുതിയ വ്യക്തികളായിട്ടാണ് നിങ്ങളെ ഞങ്ങൾ കാണുന്നത്. ക്രിസ്തു നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് മാത്രമല്ല, നിങ്ങൾ എല്ലാവരും അവനോട് കൂടെ മരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ താഴേക്ക് വായിക്കുകയാണ്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക എല്ലാവരും മരിച്ചു എന്നും, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ അത് പറഞ്ഞിട്ട് പറയണം, ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ഇതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നത്?
ജഡപ്രകാരമുള്ള ക്രിസ്തുവിനെ പ്രസംഗിച്ചതിനെതിരെ ഈ പറയുന്നത്. പ്രകാരമുള്ള ക്രിസ്തു, അതായത് 3.5 വർഷത്തെ സുവിശേഷ വേല ചെയ്ത യഹൂദന്മാരെ ന്യായപ്രമാണത്തിന്റെ അഥവാ പുതിയ നിയമത്തിലേക്ക് നയിച്ച ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവിടെ പറയുന്നത്. ആകയാൽ ഞങ്ങൾ ഇനി ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. എന്നിട്ട് അവിടെ പറയാണ്, ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇത് അവൻ പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്റെ കാരണഭൂതൻ. നോക്കിക്കേ, ആ ന്യായപ്രമാണത്തിലെ ക്രിസ്തുവിന്റെ കാരണം പറഞ്ഞുകൊണ്ടാണ് ഈ കൊരിന്ത്യ സഭയിൽ ഭിന്നതയുണ്ടായത്. ഞങ്ങൾ ക്രിസ്തുവിന്റെ പക്ഷക്കാർ എന്ന് പറഞ്ഞത്, ഞങ്ങൾ കേഫാവിന്റെ പക്ഷക്കാർ എന്ന് പറഞ്ഞത്. അവരെ ബോധിപ്പിക്കുക, അവരെ സത്യം ഗ്രഹിപ്പിക്കാൻ വേണ്ടി പറയുന്നത്, ഇവിടെ ജഡപ്രകാരമുള്ളതായിരിക്കുന്ന ക്രിസ്തു അല്ല ആരെയും രക്ഷിക്കുന്നത്. നിങ്ങളെ ആരെയും രക്ഷിച്ചത് ഈ കൃപായുഗത്തിൽ ജഡപ്രകാരമുള്ളതായിരിക്കുന്ന ക്രിസ്തുവിന്റെ ഉപദേശം അല്ല. ക്രിസ്തു അല്ല എന്ന് ഞാൻ പറഞ്ഞാൽ ആ ജഡപ്രകാരമുള്ള ക്രിസ്തുവിന്റെ ഉപദേശമല്ല രക്ഷിക്കുന്നത്. പിന്നെയോ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക, എല്ലാവരും മരിച്ചു ഉയർത്തെഴുന്നേറ്റ വ്യക്തികളായി ക്രിസ്തുവിനോട് കൂടെ മരിച്ചു ഉയർത്തെഴുന്നേറ്റവരായി തീർന്നെങ്കിൽ മാത്രമേ ഈ രക്ഷ സ്വന്തമാക്കാനായിട്ട് പറ്റൂ. അങ്ങനെ മരിച്ചുയർത്തെഴുന്നേറ്റവരെ ഞങ്ങൾ ഇനി ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ഞങ്ങൾ ജഡപ്രകാരം അറിഞ്ഞു എങ്കിലും ഇനിമേൽ ഞങ്ങൾ അങ്ങനെ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ന്യായപ്രമാണത്തിലെ ക്രിസ്തുവിനെ ഞങ്ങൾ അറിയുന്നില്ല. എത്ര സിമ്പിളാ. കാര്യം പഠിക്കാൻ ഒന്ന് ശ്രമിച്ചാൽ ആ ക്രിസ്തു ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്കത് വേണ്ട, ഞങ്ങളുടെ പ്രസംഗവും അതല്ല. 3.5 കൊല്ലം എന്തെല്ലാം പറഞ്ഞു കർത്താവ്. ഓക്കെ, ഒരുപാട് കാര്യം പറഞ്ഞു. അത് പറയാനല്ല ഞങ്ങൾ നിൽക്കുന്നത്, അത് ഉപദേശിക്കാനല്ല ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ ഭിന്നതയുണ്ടാക്കാനായിട്ട് വന്നവരെ ജഡപ്രകാരമുള്ള ക്രിസ്തുവിനെ പ്രസംഗിച്ചേ. അത് മറ്റൊരു, ഈ കൃപയുടെ സുവിശേഷം വെച്ച് അളന്നാൽ അത് മറ്റൊരു യേശുവാണ്, അത് മറ്റൊരു സുവിശേഷമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. നോക്കിക്കേ, 4-ാം അധ്യായത്തിന്റെ ഒരു വാക്യം കൂടെ, 4-ാം അധ്യായം എൻ്റെ തന്നെ 2 കൊരിന്ത്യർ 4-ാം അധ്യായം 3-ാം വാക്യം നോക്കിയേ. എന്താ വായിക്കുന്നത്? എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറിഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയും മറിഞ്ഞിരിക്കുന്നു. ഞാൻ അതാ ആദ്യം പറഞ്ഞേ. അതെന്താ ഈ ഞങ്ങളുടെ സുവിശേഷം എന്ന് പറഞ്ഞേ? പൗലോസിന്റെ കൂടെയുള്ളവരുടെയും സുവിശേഷം എന്നർത്ഥം. അല്ലാതെ ഞങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് 12 അപ്പോസ്തലന്മാരെന്നല്ല. പൗലോസിന്റെ കൂടെയുള്ള ബർന്നബാസ്, ശീലാസ്, തീത്തോസ്, തിമോത്തിയോസ്, ഇവരെ കുറിച്ച് അവിടെ പറയുന്നത്. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം, ഇത് 12 അപ്പോസ്തലന്മാരുടെ സുവിശേഷം അല്ലെന്നേ. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറിഞ്ഞിരിക്കുന്നു എങ്കിൽ എന്ന് പറഞ്ഞാൽ കൊരിന്ത്യരോട് പറയാണ്, നിങ്ങൾ വീണ്ടും അടിമപ്പെട്ട്, ആദ്യം നമ്മൾ വായിച്ചതുപോലെ തന്നെ നിങ്ങൾ സർപ്പം ഹവ്വായെ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങൾ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുന്ന ഞാൻ പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരോട് പറയാണ്, ഞങ്ങളുടെ സുവിശേഷം നിങ്ങൾക്ക് പറഞ്ഞിരിക്കുകയാണോ? നിങ്ങൾ അവർ പറയുന്നതാണോ കേൾക്കുന്നത്? എങ്കിൽ നശിച്ചു പോകുന്നവർക്കാണ്, നിങ്ങളുടെ ഇടയിൽ നശിച്ചു പോകുന്നവർക്കാണ് ഞങ്ങളുടെ സുവിശേഷം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞേ. നോക്കിയേ, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. നോക്കിയേ, എത്ര വ്യക്തമെന്ന് നോക്കിയേ. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം, നമ്മൾ ഈ പറയുന്ന സുവിശേഷേ, അതുകൊണ്ടാണ് അഭിമാനം. ദൈവത്തിന്റെ തേജസ് ഈ സുവിശേഷത്തിലുണ്ട്. ആ സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം, ആരാ ഈ ലോകത്തിന്റെ ദൈവം? സാത്താൻ അല്ലേ? സാത്താൻ എന്ത് ചെയ്തു? അവിശ്വാസികളുടെ ഹൃദയം, അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിക്കളും. കൊരിന്ത്യ സഭയോടൊക്കെ ഇങ്ങനെ പറയുന്നതിന്റെ കാരണം അവിടെ ഭിന്നപക്ഷങ്ങൾ ഉണ്ടായതാണ്. ഭിന്നപക്ഷം ഉണ്ടാകാൻ കാരണം യെരുശലേമിലെ സഭയുടെ ഉപദേശം ഇവിടെ കയറ്റിവെച്ചതാണ്, മറ്റൊന്നുമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ അന്ന് ഗലാത്യലേഖനം പറഞ്ഞില്ലേ, അന്ന് വേറെ ദുരുപദേശം പറയാൻ വേറെ ഇന്നത്തെ മാതിരി 1000-കണക്കിന് സഭകളില്ല, 10,000-കണക്കിന് ഉപദേശങ്ങളില്ല. പ്രിയമുള്ളവരെ, ഇത് വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ പൗലോസിന്റെ സുവിശേഷത്തിന്റെ തുടക്കകാലം. ഒരുപാട് കാലമൊന്നും ആയില്ല, AD 56, 54 ഈ കാലഘട്ടം ആയിട്ടുള്ളൂ. അപ്പൊ അന്ന് വേറെ സഭകളില്ല, വേറെ ഉപദേശങ്ങളില്ല, വേറെ ഒരു സുവിശേഷവും പടർന്നിട്ടില്ല. ആകെ യെരുശലേമിലെ സഭയുടെ ഉപദേശമേ ഉള്ളൂ, പിന്നെ പൗലോസ് പറയുന്ന ഉപദേശമേ ഉള്ളൂ. അപ്പൊ പൗലോസ് പറയുന്നതായിരിക്കുന്ന സുവിശേഷത്തിന്റെ ഇടയിലേക്ക് കയറി വേറൊരു യേശുവിനെ വേറൊരു സുവിശേഷം പറയണമെങ്കിൽ എവിടുന്ന് വരണം? യെരുശലേമിൽ നിന്ന് വരണം, വേറെ എവിടുന്ന് വരാനില്ല.
അന്ന് വേറെ സഭകളില്ല, വേറെ ഉപദേശവും ഇല്ല. അപ്പൊ ഇത്രയും നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഈ സത്യത്തിനെതിരെ പോയപ്പോഴാണ് ഇത്ര കർശനമായിട്ട് പൗലോസ് ഈ കാര്യങ്ങൾ എഴുതിയത്. എൻ്റെ കർത്താവ് നിങ്ങളെ അവരെയും സഹായിക്കട്ടെ. ഇന്ന് കേട്ടായിരിക്കുന്ന വചനം നിങ്ങൾക്ക് മനസ്സിലായി കാണും. റൈറ്റ് ഡിവിഷൻ, ഇതാണ് ശരിയായിട്ട് ദൈവവചനം വേർതിരിച്ച് പഠിക്കുക എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമ്മളെല്ലാവരും തെറ്റിപ്പോവും. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടും.